ആരായാലും ഒന്ന് പേടിച്ചു പോകും. അതേ റസൂലിന് സംഭവിച്ചുള്ളൂ. ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന റസൂൽ ഹിറാ ഗുഹകളിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരശരീരി കേട്ടത്, നബിയെ തങ്ങൾ വായിക്കുക. റസൂലൊന്ന് പേടിച്ചുപോയി. വീണ്ടും ആ ശബ്ദം കേട്ടു. എഴുത്തും വായനയും അറിയാത്ത റസൂല് മറുപടി പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. ആ ശബ്ദം വീണ്ടും കേട്ടു, നബിയെ അള്ളാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ വായിക്കണം. വാക്കുകൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. റസൂൽ ഇറങ്ങി വേഗത്തിൽ ഖദീജ ബീവിയുടെ അടുത്തേക്ക് നടന്നു. ഓടിച്ചെന്ന് പറഞ്ഞു, ജമിലൂനി യാ ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ. റസൂലുള്ള പനിച്ച് വിറക്കുന്നുണ്ട്. ഖദീജ ബീവി പുതപ്പ് മൂടിക്കൊടുത്തു. റസൂലിനെ ആശ്വസിപ്പിച്ചു. ബീവിയോട് റസൂൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബീവിക്ക് കാര്യം മനസ്സിലായി. ചേർത്ത് പിടിച്ച റസൂലിനെ മരണം വരെ കൂടെ നിന്നു. ശരിക്കും മഹദിയെ പോലൊരാൾ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പലർക്കും ഒരാശ്വാസമായി.